നാൾതോറും ഇനി മൊഴിയും വർണ്ണങ്ങൾ കതിച്ചൊരിയും ഒന്നാകും മനസ്സുകളിൽ അറിവിൻ പുഞ്ചിരി മഴയാ ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM റേഡിയോ പാനൂർ. ഉച്ചപ്പാട്ട്. നമസ്കാരം പ്രിയ ജൻവാണി 90.8 FM ശ്രോതാക്കളെ, ഉച്ചപ്പാട്ടിന് നേരമായി. ഉച്ചപ്പാട്ട് കേൾക്കുവാൻ കാതോർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. സർഗചേതനയുടെ ശബ്ദമുഹൂർത്തങ്ങളിൽ പ്രിയരെ, ഇത് ജൻവാണി 90.8 FMന്റെ പാട്ടൊരുക്കം. നിങ്ങളുടെ പാട്ടോർമ്മകളിൽ വിരുന്നെത്തിയ ഇഷ്ടഗാനങ്ങൾ ഇതാ ആരംഭിക്കുകയായി. ഉച്ചപ്പാട്ട്. സ്റ്റുഡിയോയിൽ ഇപ്പോൾ നിങ്ങൾക്കൊപ്പം ഞാൻ വിനോദ് പാനൂരാണ് ഉള്ളത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള പാട്ടുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. ഇസ്മായിൽ എ. സ്ഥലം വച്ചു കാണുന്നില്ലല്ലോ ഇസ്മായിൽ, ഓട്ടോ ഡ്രൈവറാണെന്ന് എഴുതി അറിയിച്ചിട്ടുണ്ട്. ഇസ്മായിൽ, അടുത്ത തവണ സ്ഥലം കൂടി വെക്കാൻ മറക്കല്ലേ. ഒപ്പം റേഡിയോ അനുഭവങ്ങളും പോരട്ടെ. നിങ്ങളൊരു സ്ഥിരം റേഡിയോ ശ്രോതാവാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് പറയട്ടെ, ഓട്ടോ ഡ്രൈവറാണെന്ന് അറിയിച്ചല്ലോ. കാരണം റേഡിയോ കൂടുതലായും കേൾക്കുന്നത് ഒരുപക്ഷെ വാഹനമോടിക്കുന്നവർ തന്നെയായിരിക്കാം. പ്രത്യേകിച്ച് പറയട്ടെ, കൂടുതലായും ഓട്ടോ ഡ്രൈവർമാരും കേൾക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളൊക്കെ എപ്പോഴും റേഡിയോയുടെ കൂട്ടുകാരായിരിക്കും എന്നറിയുന്നതിൽ വളരെ സന്തോഷം. നമുക്ക് കടക്കാം ഇസ്മായിലിന്റെ ഇന്നത്തെ ആദ്യ ഗാനത്തിലേക്ക്. 1975 പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രമാണ് അഭിമാനം. ജെ ശശികുമാർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ RS പ്രഭു, പ്രേം നസീർ, ശാരദ, സുകുമാരി, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് AT ഉമ്മർ സംഗീതം നൽകി ഗാനഗന്ധർവൻ KJ യേശുദാസ് ആലപിച്ച ഗാനം പൊട്ടിക്കരഞ്ഞുകൊണ്ടോമനെ ഞാനെന്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. പൊട്ടിക്കരഞ്ഞുകൊണ്ടോമനെ ഞാനെന്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. മനസ്സിനെ താമരയാക്കിയ ലക്ഷ്മി മാപ്പു തരൂ, എനിക്കു നീ മാപ്പു തരൂ. പൊട്ടിക്കരഞ്ഞുകൊണ്ടോമനെ ഞാനെന്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. പാപത്തിൻ കഥകൾ രചിച്ചൊരൻ കയ്യാൽ നിൻ പൂമേനി തൊടുകയില്ല. പാപത്തിൻ കഥകൾ രചിച്ചൊരൻ കയ്യാൽ നിൻ പൂമേനി തൊടുകയില്ല. അമ്പലപ്പൂ പോൽ വിശുദ്ധമാമധരം ചുംബിച്ചുലയിക്കുകില്ല, ഞാൻ ചുംബിച്ചുലയിക്കുകില്ല. ചൂടാത്ത കൃഷ്ണ തുളസിയല്ലേ നീ, വാടിയ നിർമാല്യം ഞാൻ. പൊട്ടിക്കരഞ്ഞുകൊണ്ടോമനെ ഞാനെന്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. ദുഃഖത്തിൻ നിഴലായി മാറിയ ഞാൻ നിന്റെ കൊട്ടാരം പരിചാരകൻ. ദുഃഖ
സുഖത്തിൻ നിഴലായി മാറിയ ഞാൻ നിന്റെ കൊട്ടാരം പരിചാരകൻ. കുങ്കുമക്കുറിയുടെ മാഹാത്മ്യം കാണാൻ തപസ്സു ചെയ്യും നിൻ സേവകൻ, തപസ്സു ചെയ്യും നിൻ സേവകൻ. പാടാത്ത ഭക്തിഗീതമല്ലേ നീ ഇടറിയ സ്വരധാരന. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാൻ എന്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. എയിംസ് ഹോമിയോപ്പതി തലശ്ശേരിയിൽ ഹോമിയോപ്പതി ചികിത്സാ രംഗത്ത് 13 വർഷത്തിലേറെയായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ 13ാമത് ചികിത്സാ കേന്ദ്രം തലശ്ശേരി ഗുഡ്ഷെഡ് റോഡിൽ സംഗമം ഓഡിറ്റോറിയത്തിന് സമീപം പ്രവർത്തിക്കുന്നു. എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ സംഗമം ഓഡിറ്റോറിയം, ഗുഡ്ഷെഡ് റോഡ്, തലശ്ശേരി. ഫോൺ 8926256256. നിങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഇനി ഹോമിയോപ്പതിയിലൂടെ. ഉച്ചപ്പാട്ട് കാതോർത്തുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നിങ്ങൾക്കൊപ്പം ഞാൻ വിനോദ് പാനൂരാണ്. ഇസ്മായിൽ അയച്ചു തന്ന പാട്ടുനിരയിലെ അടുത്ത ഗാനം കേൾക്കാം. ഇന്നത്തെ ഉച്ചപ്പാട്ട് തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് ഇസ്മായിൽ ആണ്. അദ്ദേഹത്തിന്റെ പാട്ടുനിരയിലെ അടുത്ത ഗാനം ഏതാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഓട്ടോ തൊഴിലാളികൾ, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ട്രിപ്പിൾ ലോക്ക്ഡൗൺ പോലുള്ള സാഹചര്യത്തിൽ അവർക്ക് സ്റ്റാൻഡിൽ ഓട്ടോ വെക്കാൻ പറ്റുന്നില്ല. കൂടാതെ കൃത്യമായ ഓട്ടമൊന്നും ലഭിക്കുന്നുമില്ല. നേരത്തെ റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡുകളെ കേന്ദ്രീകരിച്ചു മാത്രം സർവീസ് നടത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം പബ്ലിക് സർവീസിനെ ആശ്രയിക്കുന്നവരുടെ എണ്ണം കുറയുകയും ആ ഒരു സാഹചര്യം ഇല്ലാതാവുകയും ചെയ്തതോടുകൂടി തന്നെ അവർക്ക് വലിയൊരു നഷ്ടമാണ് ആ മേഖലയിലൂടെ സംഭവിച്ചത്. വിനോദ വിജ്ഞാന പരിപാടികൾ കേട്ടുകൊണ്ട് റേഡിയോ എന്ന മാധ്യമത്തെ ഏറ്റവും ജനകീയമാക്കുന്നതിൽ ഓട്ടോ തൊഴിലാളികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ഇസ്മായിൽ ഒരു ഓട്ടോ തൊഴിലാളിയാണെന്ന് ഞങ്ങളെ അറിയിച്ചതുകൊണ്ട് പറയുകയാണ്. ഒരുപാട് ആളുകൾ റേഡിയോ ആശ്രയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആകാശവാണി വാർത്തകളൊക്കെ കേട്ട് കൃത്യമായി വിവരങ്ങൾ അറിയുന്ന ഒരു മാധ്യമം ആയതുകൊണ്ട് തന്നെ റേഡിയോ ആശ്രയിക്കുന്നു എന്നറിയാം. ഉച്ചപ്പാട്ട് പോലുള്ള ജനകീയ പ്രക്ഷേപണ പരീക്ഷണങ്ങൾ ജൻവാണി തുടങ്ങുമ്പോൾ അത് ഇസ്മായിലിനെ പോലുള്ള ഓട്ടോ തൊഴിലാളികൾ അത് ഏറ്റെടുക്കുന്നു എന്നതിൽ വളരെയധികം സന്തോഷം അറിയിക്കുന്നു. ഈയൊരു അവസരത്തിൽ പറയട്ടെ, കൂടുതൽ ഓട്ടോ സുഹൃത്തുക്കളോട് ഇസ്മായിൽ ഈ കാര്യങ്ങൾ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ജൻവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയെക്കുറിച്ച് നിങ്ങൾക്കിഷ്ടമുള്ള ഗാനങ്ങൾ അവതരിപ്പിക്കാൻ അവസരമുണ്ട് എന്ന നിലയിൽ മറ്റുള്ളവരെ അറിയിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. കടക്കാം ഇന്നത്തെ അടുത്ത ഗാനത്തിലേക്ക്. മധു അഭിനയിച്ച ചലച്ചിത്രമാണ് ഹൃദയം ഒരു ക്ഷേത്രം. 1976 നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് പി സുബ്രഹ്മണ്യമാണ്. മധു, രാഘവൻ, ശ്രീവിദ്യ, ബഹദൂർ, കുതിരവട്ടം പപ്പു, KPSC ലളിത, ആറന്മുള പൊന്നമ്മ, ബേബി സുമതി എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. മധ്യമാവധി രാഗത്തിൽ ശ്രീകുമാരൻ തമ്പിയുടെ രചനയ്ക്ക് G. ദേവരാജൻ സംഗീതം നൽകി ഗാനഗന്ധർവൻ KJ യേശുദാസ് ആലപിച്ച ഗാനം മംഗളം നേരുന്നു ഞാൻ. മംഗളം നേരുന്നു ഞാൻ മനസ്വിനി, മംഗളം നേരുന്നു ഞാൻ. അലിഞ്ഞു
ഡ്രൈവിംഗ് പരിശീലന രംഗത്ത് വർഷങ്ങളുടെ വിശ്വസ്ത പാരമ്പര്യം. കൃഷ്ണ ഡ്രൈവിംഗ് സ്കൂൾ, പാനൂർ. എല്ലാവിധ വാഹനങ്ങളിൽ നിന്നും ഡ്രൈവിംഗ് പരിശീലിപ്പിച്ച് ലൈസൻസിന് പ്രാപ്തമാക്കുന്നു. വാഹന സംബന്ധമായ എല്ലാ പേപ്പർ വർക്കുകളും വിശ്വസ്തതയിൽ നിർവഹിക്കുന്നു. സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെ ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നു. ഒരു മികച്ച ഡ്രൈവറാവാൻ കൃഷ്ണയിലേക്ക് വരൂ. കൃഷ്ണ ഡ്രൈവിംഗ് സ്കൂൾ, ഹൈസ്കൂൾ ഗ്രൗണ്ടിന് സമീപം, കൂത്തുപറമ്പ് റോഡ്, പാനൂർ. ഫോൺ 2312 സംഗീതവും ഭാഷയും സാർവത്രികമാണ്. മനുഷ്യൻ എവിടെയെല്ലാമുണ്ടോ അവിടെയെല്ലാം അവയുണ്ട്. പ്രകൃതിയുടെ സംഗീതം. സംഗീതം നമ്മളിലുളവാക്കുന്ന പലതരത്തിലുള്ള വികാരങ്ങൾ എന്താണെന്ന് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. പ്രകൃതിയുടെ സംഗീതം. ഓരോരുത്തർക്കും അതുണ്ടാക്കുന്ന അനുഭവത്തിന്റെ തോത് ഏറിയും കുറഞ്ഞും ഇരിക്കും. ഒരു പാട്ട് കേൾക്കുമ്പോൾ നാം അനിർവചനീയമായ ഒരു സുഖം അനുഭവിക്കുന്നു. നമ്മെ അത് മറ്റൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. സ്വപ്നങ്ങൾ കാണിക്കുന്നു, ഓർമ്മകളെ ഓടിയെത്തിക്കുന്നു, മാനസിക ഭാരം കുറയ്ക്കുന്നു. എന്നാലോ ചില പാട്ട് കേൾക്കുമ്പോൾ നേരെ തിരിച്ചാണ് അനുഭവപ്പെടുക. അതൊരു പക്ഷേ നമ്മെ അസ്വസ്ഥമാക്കിയേക്കാം, നൊമ്പരപ്പെടുത്തിയേക്കാം, വേണ്ടപ്പെട്ടവരെയെല്ലാം ഓർത്തു കരയാൻ ഇടയാക്കിയേക്കാം. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ ഹൃദയത്തിൽ തുളച്ചു കയറുന്ന സംഗീതത്തെ ആരാണ് സ്നേഹിക്കാത്തത്? ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നാം അറിയാതെ ആ പാട്ടുവഴിയേ പോകുന്നു. മനസ്സിൽ ആനന്ദമുണ്ടാക്കുന്നു. നാം അറിയാതെ ചിലപ്പോൾ പാട്ടിലേക്കു ലയിച്ചു ചേരും, അല്ലേ? ഉച്ചപ്പാട്ടിൽ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളുടെ അകമ്പടിയിൽ ഈയൊരു മണിക്കൂർ തൻ്റെ മൂന്നാമത്തെ പ്രിയഗാനം കേൾക്കാം. പ്രതീക്ഷ എന്ന സിനിമയ്ക്ക് വേണ്ടി ONV കുറുപ്പിന്റെ രചനയ്ക്ക് സലീൽ ചൗധരി സംഗീതം നൽകി ഗാനഗന്ധർവൻ KJ യേശുദാസ് ആലപിച്ച ഗാനം ഓർമ്മകളെ കൈവള ചാർത്തി. ഗാനം ഇതാ. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നുവോ. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. ചിലങ്കകൾ പാടുന്നു അരികിലാണോ, വിപഞ്ചികൾ പാടുന്നു അകലെയാണോ. ചിലങ്കകൾ പാടുന്നു അരികിലാണോ, വിപഞ്ചികൾ പാടുന്നു അകലെയാണോ. വിഷാദരാഗങ്ങളിൽ വിരുന്നുകാരാ. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നുവോ. ഓർമ്മ
ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. മധുപാത്രമെങ്ങോ ഞാൻ മറന്നുപോയി, മനസ്സിലെ ശാരിക പറന്നുപോയി. മധുപാത്രമെങ്ങോ ഞാൻ മറന്നുപോയി, മനസ്സിലെ ശാരിക പറന്നുപോയി. വിദൂര തീരങ്ങളെ അവളെ കണ്ടോ, ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നുവോ, ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. ഓർമ്മകളെ കൈവള ചാർത്തി വരൂ വിമുഖമിവേദി. അല്ല, നിങ്ങളാ കല്യാണ പെണ്ണിനെ കണ്ടാ? അണിഞ്ഞൊരുങ്ങി വന്നപ്പോ എന്താ ഒരു രസം. എടീ, അവൾ അണിഞ്ഞിരിക്കുന്നത് ശശീന്ദ്ര ജ്വല്ലറിയിലെ പൊന്ന. അത് മാത്രമല്ല അവിടുത്തെ പ്രത്യേകത, അസൂയപ്പെടുത്തുന്ന കളക്ഷനും അമ്പരപ്പിക്കുന്ന വിലക്കുറവുമുണ്ട് അവിടെ. പെണ്ണിനെ പൊന്നാക്കും പൊന്നിൻ മഹിമ. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ, പാനൂർ. BIS 916 സ്വർണ്ണാഭരണങ്ങളുടെ സാമ്യങ്ങളില്ലാത്ത ശേഖരം. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ, പാനൂർ. ചില പാട്ടുകളെ എത്ര തന്നെ വർണ്ണിച്ചാലും മതിയാവില്ല. അത് അങ്ങനെയാണ്. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു. പ്രണയത്തിന്റെ വിവിധ മുഖങ്ങൾ കാഴ്ചയൊരുക്കുന്ന, വികാരത്തിന്റെ ശ്രുതിഭേദങ്ങൾ അനുഭവിക്കുന്നതാണ് വയലാറിന്റെ വൈവിധ്യമാർന്ന പ്രണയഗാന പ്രപഞ്ചം. ഈ ഗാനം പ്രേമത്തിന്റെ നിർമ്മല വിശുദ്ധിയും ഉദാത്ത ചാരുതയും വിഷാദ വൈവശ്യവും പകരുന്നു. ONVക്ക് ഏറെ പ്രിയപ്പെട്ട വയലാർ ഗാനമാണ് ഇത്. പ്രണയം തീയിൽ ഉരുകിത്തെളിയുന്ന പൊന്നിന്റെ തിളക്കമാർജിക്കുന്ന ഗാനം എന്നാണ് വയലാർ കൃതികളുടെ അവതാരികയിൽ ONV കുറിച്ചത്. 1974 പുറത്തിറങ്ങിയ ഹരിഹരൻ സംവിധാനം ചെയ്ത രാജഹംസം എന്ന സിനിമയിലെ ഗാനമാണിത്. സന്യാസിനി നിൻ എന്ന ഗാനം മലയാളിയുടെ പാട്ടോർമ്മയുടെ പുണ്യാശ്രമത്തിലെ പ്രണയിയുടെ സന്ധ്യാപുഷ്പങ്ങളാണ്. വയലാർ രചിച്ച് ദേവരാജൻ ഈണമിട്ട ഗാനഗന്ധർവൻ യേശുദാസിന്റെ ഭാവതീവ്രമായ ആലാപനത്തോടൊപ്പം പ്രേം നസീർ അഭിനയിച്ച ഗാനം 70കളിലെ സമ്പന്നമായ പാട്ടുകാലത്തെ ഓർമ്മിപ്പിക്കുന്നു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങളിൽ മുൻനിരയിൽ ആയതിനാലാവാം ഒരുപക്ഷെ ഈ പാട്ട് ഗാനമേളകളിൽ യേശുദാസ് ആവർത്തിച്ചു പാടിക്കൊണ്ടിരിക്കുന്നത്. റേഡിയോയിലും ഗാനമേളകളിലും നിന്നുള്ള കേൾവിയിലൂടെയാണ് മലയാളി ഈ പാട്ടിലെ പ്രണയ വിഷാദത്തെ സ്വകാര്യതയിലെ കാഴ്ചകളാക്കി ഹൃദയത്തോട് ചേർത്തുവച്ചത്. കാപ്പി രാഗത്തിൽ ദേവരാജൻ ചിട്ടപ്പെടുത്തിയ സന്യാസിനി എന്ന ഈ ഗാനം കേട്ട് മടങ്ങിവരാം. സന്യാസിനി സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു. സന്യാസിനി
നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. നിന്റെ ദുഃഖാർദ്രമാ മൂകാശ്രുധാരയിൽ എന്റെ സ്വപ്നങ്ങൾ അലിഞ്ഞു. സഗദ്ഗതം എന്റെ മോഹങ്ങൾ മരിച്ചു. നിന്റെ ദുഃഖാർദ്രമാ മൂകാശ്രുധാരയിൽ എന്റെ സ്വപ്നങ്ങൾ അലിഞ്ഞു. സഗദ്ഗതം എന്റെ മോഹങ്ങൾ മരിച്ചു. നിന്റെ മനസ്സിന്റെ തീക്കനൽ കണ്ണിൽ വീണെന്റെ ഈ പൂക്കൾ കരിഞ്ഞു. രാത്രി പകലിനോടൊന്ന പോലെ യാത്ര ചോദിപ്പൂ. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. നിന്റെ ഏകാന്തമാ ഓർമ്മതൻ വീതിയിൽ എന്നെ എന്നെങ്കിലും കാണും. ഒരിക്കൽ നീ എന്റെ കാൽപ്പാടുകൾ കാണും. നിന്റെ ഏകാന്തമാ ഓർമ്മതൻ വീതിയിൽ എന്നെ എന്നെങ്കിലും കാണും. ഒരിക്കൽ നീ എന്റെ കാൽപ്പാടുകൾ കാണും. അന്നും എന്നാത്മാവ് നിന്നോട് മന്ത്രിക്കും. നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പൂ. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു. സന്യാസിനി എന്തായി ഗൃഹപ്രവേശം? ഒക്കെ റെഡിയാ, പക്ഷെ ഫർണിച്ചർ വാങ്ങാൻ കാശില്ല. അതിനല്ല സുനിത ഫർണിച്ചർ. കയ്യിൽ കാശില്ലെങ്കിലും ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പയിൽ ഫർണിച്ചറുകൾ വാങ്ങാം. കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ, ഉളിയിൽ, ഇരിട്ടി. ഉച്ചപ്പാട്ട് നിങ്ങൾക്കൊപ്പം ഞാൻ വിനോദ് പാനൂർ. പാട്ടു തിരഞ്ഞെടുപ്പുകളുടെ വസന്ത നേരം. ഇസ്മായിലിന്റെ ഇഷ്ടഗാനങ്ങളുമായുള്ള യാത്രയിലാണ് നമ്മൾ. ചേക്കേറുന്നു ഇസ്മായിലിന്റെ മറ്റൊരു പ്രിയ ഗീതത്തിലേക്ക്. ശ്യാമസുന്ദര പുഷ്പമേ എൻ്റെ പ്രേമ സംഗീതമാണ് നീ. തോപ്പിൽ ബാസി, ONV രാഘവൻ മാസ്റ്റർ തുടങ്ങിയവരായിരുന്നു ശില്പികൾ. ഈ ഗാനരംഗത്തിൽ മധുവിന്റെ അഭിനയം ഹൃദയസ്പർശിയാണ്. ഉള്ളിലെ സങ്കടം ഉള്ളിലൊതുക്കി പുറമേക്ക് മന്ദഹാസം പ്രകടിപ്പിച്ചുകൊണ്ട് യാത്ര പറയുന്ന മുഹൂർത്തം ഇന്നും മലയാളി ഒരുപക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കും. തോപ്പിൽ ബാസി സംവിധാനം ചെയ്ത യുദ്ധകാന്ഡം എന്ന സിനിമയിലെ ശ്യാമസുന്ദര പുഷ്പമേ എന്ന പാട്ടാണ് ONVയുടെ കാവ്യാത്മകമായ വരികൾ. അഷ്ടമുടിക്കായലിന്റെ പരിസരത്ത്
സാമ്പ്രാണിക്കടവ് എന്ന സ്ഥലത്തു വെച്ചായിരുന്നു സിനിമ ഷൂട്ട് ചെയ്തിരുന്നത്. ഗാനസന്ദർഭവുമായി പ്രകൃതി ഇത്രത്തോളം താദാത്മ്യം പ്രാപിച്ച സന്ദർഭങ്ങൾ അപൂർവമായേ ഉണ്ടാവുകയുള്ളൂ. മേഘങ്ങൾ വന്ന് ആകാശം മൂടി, എല്ലാ അർത്ഥത്തിലും ശ്യാമസുന്ദരമായ അന്തരീക്ഷം. പാട്ടിലേക്ക് ONVയും രാഘവൻ മാസ്റ്ററും യേശുദാസും ചേർന്നാവാഹിച്ച വിഷാദ മാധുര്യം മുഴുവൻ പ്രകൃതി നമ്മെ അതേപടി അനുഭവിപ്പിക്കുകയാണ്. ജീവിതവും സിനിമയും ഒന്നാകുന്ന അപൂർവ മുഹൂർത്തം. ഇന്നും ആ ഗാനം കേൾക്കുമ്പോൾ ആ നിമിഷങ്ങൾ ഓർമ്മ വരും. സിനിമ നമുക്ക് കനിഞ്ഞു നൽകുന്ന സൗഭാഗ്യങ്ങളാണ് അതൊക്കെ. കേൾക്കാം ഈ ഗാനം. സുന്ദര പുഷ്പമേ ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമീരിപ്പോ ഞാൻ, ധ്യാനലീനമീരിപ്പോ ഞാൻ. ഗാനമെന്നേ മറക്കുമോ, എന്റെ ഗാനമെന്നിൽ മരിക്കുമോ? വഞ്ചിയിൽ പടർന്നേറുവാനതിന്നാവുമോ? വേദന തൻ ശ്രുതി കലർന്നത് വേറൊരു രാഗമാവുമോ? വേർപെടുന്ന പക്ഷി തൻ ശോകവേണുനാദമായി മാറുമോ? ശ്യാമസുന്ദര പുഷ്പമേ എന്റെ സൂര്യൻ എരിഞ്ഞടങ്ങി ഈ സന്ധ്യതൻ സ്വർണ്ണമേടയിൽ. എന്റെ കുങ്കുമപ്പാടമാകവേ ഇന്നു കത്തിയെരിഞ്ഞു പോ. മേഘമായി മേഘരാഗമായി വരൂ വേഗമീ തീകെടുത്ത ശ്യാമസുന്ദര പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണു നീ. ധ്യാനലീനമീരിപ്പൂ ഞാൻ, ധ്യാനലീനമീരിപ്പൂ ഞാൻ. ഗാനമെന്നേ മറക്കുമോ? സംഗീതാസ്വാദകരിൽ കുളിർമഴ പെയ്ക്കുന്ന ഗാനശേഖരവുമായി ജൻവാണി. ശ്രവണസുന്ദരമായ നിങ്ങൾക്കിഷ്ടമുള്ള ഗാനങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തുന്നു. ഉച്ചപ്പാട്ട്. ഉച്ചപ്പാട്ട് എന്ന പരിപാടിയിൽ ശ്രോതാക്കളെ നിങ്ങൾക്കും ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അയക്കാവുന്നതാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 14 പാട്ടുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി അയക്കുമ്പോൾ സിനിമകളുടെ പേരും ഉൾപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾ അയച്ചു തരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തി ഉച്ചപ്പാട്ട് കേൾക്കാം നിങ്ങളുടെ സ്വന്തം ജൻവാണിയിൽ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും എഴുതി അയക്കാൻ മറക്കരുത്. സുരഭിലമാകും സുന്ദര സന്ധ്യ പനിനീർ മഴയിൽ കുളിരുമ്പോൾ അഴകായി അരികിൽ വരുമോ?
അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8714149000. നമ്പർ ഒരിക്കൽ കൂടി 8714149000. മറക്കാതെ കേൾക്കുക ഉച്ചപ്പാട്ട്. ജൻവാണി 90.8 FM കമ്മ്യൂണിറ്റി റേഡിയോ പാനൂർ. ഉച്ചപ്പാട്ട്. ഇഞ്ഞെന്തെന്നാ സുഖം ഇരുന്ന് ആലോചിക്കുന്നു. രജനീന്റെ മോളെ കല്യാണം മറ്റന്നാളല്ലേ? എന്റെ മോക്ക് 5 പവൻ തന്നിട്ടില്ലേ ഓള്? അപ്പോ ആരെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? നീ കൊടുക്കണം. ഞാൻ വാങ്ങിക്കാൻ പോന്ന അമ്മേ. നിങ്ങൾ എവിടുന്നാ വാങ്ങിക്കുന്നേ? എവിടുന്നെങ്കിലും വാങ്ങിക്കാം. നിങ്ങള് പള്ളൂർ സ്റ്റാർ ജ്വല്ലറിന്ന് വാങ്ങിച്ചോ. അവിടെ ആകുമ്പോ പണിക്കൂലിയും കുറവാ, നല്ല പൊന്നും കിട്ടും, നല്ല സെലക്ഷനും ഉണ്ടാകും. സ്റ്റാർ ജ്വല്ലറി പള്ളൂർ. പള്ളൂരിന് തിലകക്കുറിയായി, പരിശുദ്ധിയുടെ പര്യായമായി 916 BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് സ്റ്റാർ ജ്വല്ലറി പള്ളൂർ. പാരമ്പര്യത്തിന്റെ പത്തനമാറ്റുമായി എന്നും നിങ്ങൾക്കൊപ്പം. കിസ്ന ബ്രാൻഡഡ് ഡയമണ്ട് ആഭരണങ്ങൾ ഇപ്പോൾ സ്റ്റാർ ജ്വല്ലറിയിൽ ലഭിക്കുന്നു. സ്റ്റാർ ജ്വല്ലറി പോലീസ് സ്റ്റേഷന് മുൻവശം പള്ളൂർ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം സ്റ്റാർ ജ്വല്ലറി, പുതിയ ബസ് സ്റ്റാൻഡ്, നാരങ്ങാപുരം, തലശ്ശേരി. ശ്രോതാക്കൾ കാതോർത്തുകൊണ്ടിരിക്കുന്ന ഉച്ചപ്പാട്ടിൽ ഇപ്പോൾ നിങ്ങൾക്കൊപ്പം ഞാൻ വിനോദ് പാനൂർ. ഒപ്പം നിങ്ങൾക്ക് വേണ്ട പാട്ടുകൾ അടുക്കി വയ്ക്കുന്നു പി സന്ദീപ് പാനൂർ. സാക്ഷാത്കാരം എൻ വിനീത് കുമാർ. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളിലൂടെയുള്ള സഞ്ചാരത്തിൽ സമയമിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കേൾക്കാം പാട്ടുപോതിയിലെ ഇസ്മായിലിന്റെ മറ്റൊരു ഗാനം. സംഗീതം ഒരു ലഹരിയാണ്. ആത്മാവിനെ പ്രണയിക്കുന്ന ഹിമഗണം, നീലനിശീദിനിയെ താരാട്ടാൻ കൊതിക്കുന്ന ആർദ്രമാം കൈവിരലുകൾ നെഞ്ചോട് ചേർത്ത് മോഹങ്ങളുടെ കളിത്തൊട്ടിലിൽ വീണുറങ്ങുന്ന കിനാവുകൾക്ക് കൂട്ടായി എന്നും ലഹരി പടർത്തുന്ന സംഗീതം. പ്രണയ സരോവര തീരം, പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി ഗാനഗന്ധർവൻ KJ യേശുദാസ് ആലപിച്ച ഗാനം. 1977 പുറത്തിറങ്ങിയ ഇന്നലെ ഇന്ന് എന്ന സിനിമയ്ക്കു വേണ്ടി ശിവരഞ്ജിനി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ഗാനമാണിത്. പ്രേം നസീർ, രവികുമാർ, വിധുബാല, ബഹദൂർ, കവിയൂർ പൊന്നമ്മ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ ഗാനം കേൾക്കാം. പ്രണയ സരോവര തീരം, പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം. പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി പ്രസാദ പുഷ്പമായി വിടർന്നു എന്റെ വികാരമണ്ഡലത്തിൽ പടർന്നു. അവളൊരു മോഹിനിയായിരുന്നു, അഴകിന്റെ ദേവതയായിരുന്നു. അധരങ്ങളിൽ നയനങ്ങളിൽ അശ്വതി പൂവുകൾ പൂത്തിരുന്നു. മോഹമായി ആത്മദാഹമായി ഓർമ്മയിലവളിന്നും ജീവിക്കുന്നു.
അവളൊരു കാമിനിയായിരുന്നു, അലസമദാലസയായിരുന്നു. ചലനങ്ങളിൽ വചനങ്ങളിൽ മാസ്മരഭാവങ്ങൾ തുടിച്ചിരുന്നു. രാഗമായി ജീവതാളമായി ഭൂമിയിലവളിന്നും ജീവിക്കുന്നു. പ്രണയ സരോവരതീരം പണ്ടൊരു പ്രദോഷ സന്ധ്യാനേരം. പ്രകാശവലയമണിഞ്ഞൊരു സുന്ദരി പ്രസാദ പുഷ്പമായി വിടർന്നു എന്റെ വികാരമണ്ഡലത്തിൽ പടർന്നു. ഓട്ടോ റേഡിയ റെയിൽവേ സ്റ്റേഷൻ 85 ഉറുപ്പ്യാവേ. പിന്നെ ആടെ എത്തിയിട്ട് പൈസക്ക് വെക്കുമ്പോ കണമണാന്ന് വർത്താനം പറയാം. ആ തീർത്ഥാടനാന്ന് തോന്നുന്നല്ലോ. റേഡിയ കാശിക്ക അല്ല ഹിമാലയ. ആ വീട് സൗകര്യം കിട്ടാനിട്ടായിരിക്കും അല്ലേ? അല്ല പെണ്ണ് കിട്ടാത്തോണ്ടാ. പെണ്ണ് കിട്ടാനിട്ടാ? ആടോ ഇതെത്ര കാലായി പെണ്ണ് നോക്കുന്നു. ഇനിയിപ്പോ കുടുംബവും കുട്ടിയൊന്നും വിധിച്ചിട്ടില്ല. സ്ഥിതിക്ക് സന്യസിക്കുക അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? നിങ്ങള് പ്രഷ്യസ് പോയിനാ? പ്രഷ്യസാ? ആപ്പാ നമ്മളെ തലശ്ശേരിയിലെ പ്രഷ്യസ് മാട്രിമോണിയല്. നിങ്ങൾ ഹിമാലയതെല്ലാം പോകുന്നതിന്റെ ഇടക്ക് ആടെയൊന്ന് പോയി നോക്കറേ. എനക്കാർന്നല്ലേ പെണ്ണ് സെറ്റായിനി. ആകെപ്പാട് 1000 ഉറുപ്പ്യ എനിക്ക് ചെലവായത്. ഇപ്പൊ അറിഞ്ഞുള്ള തന്നെയാ? അല്ല പിന്നെ നിങ്ങളോട് ഞാൻ തന്നെ കളത്രം പറയുന്നത്. എന്നാ പിന്നെ അങ്ങോട്ട് വിട്. എന്തിന്റെ ആവശ്യത്തിന്? ഇപ്പൊ എല്ലാം ഓൺലൈനല്ലേ. പ്രഷ്യസിന്റെ നമ്പർ ഉണ്ട് നിങ്ങളെടുത്ത്? ഓ ഉണ്ടല്ലോ. 9847046630. ഒരു നമ്പർ കൂടി ഉണ്ട്. 049023207997. പ്രഷ്യസ് മാട്രിമോണിയൽ, PV കോംപ്ലക്സ്, RK സ്റ്റുഡിയോവിന് എതിർവശം, MM റോഡ്, തലശ്ശേരി. പാട്ടിന്റെ ഇത്തിരി മധുരം നുണയുമ്പോൾ ഗാനാഭിനിവേശങ്ങളുമായി ഇസ്മായിൽ പോയി വരാം അടുത്ത പാട്ടിന്റെ ഈണങ്ങൾക്കൊപ്പം. തകിലുകൊട്ടാമ്പുറം എന്ന സിനിമയ്ക്ക് വേണ്ടി ബാലു കിരിയത്തിന്റെ രചനയിൽ വിരിഞ്ഞ ഒരു ഗാനമാണ് സ്വപ്നങ്ങളെ വീണുറങ്ങും. 1979 എവിടെ എൻ പ്രഭാതം എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ബോംബെ എസ് കമാൽ ആദ്യമായി സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. സംവിധായകനും ഗാനരചയിതാവുമായ ബാലു കിരിയത്തിന്റെ ആദ്യകാല പാട്ടുകളായിരുന്നു അത്. ഈ ചിത്രത്തിലെ ദുഃഖത്തിന്റെ ചിലന്തി വലയിലെ ചേതനയില്ലാത്ത ശലഭങ്ങൾ എന്ന ഗാനം സൂപ്പർ ഹിറ്റാവുകയുണ്ടായി. ഈ ഗാനം എഴുതുന്നതിന് 1 വർഷം മുൻപേ സ്വപ്നങ്ങളെ വീണുറങ്ങൂ എന്ന സൂപ്പർ ഹിറ്റ് ഗാനം ബാലു കിരിയത്ത് എഴുതി വച്ചിരുന്നു. ഈ പാട്ട് സിനിമയ്ക്ക് വേണ്ടി പറ്റിയതാണെന്ന് പറഞ്ഞ് ബാലുവിന് ധൈര്യം നൽകിയത് ബോംബെ എസ് കമാലാണ്. 1981 തകിലുകൊട്ടാമ്പുറം എന്ന സിനിമ ബാലു കിരിയത്ത് സംവിധാനം ചെയ്തപ്പോൾ ഈ പാട്ട് അതിൽ ഉൾപ്പെടുത്തുകയും പടവും പാട്ട് ഹിറ്റായി മാറുകയും ചെയ്തു. പിന്നീട് ദർശൻ രാമൻ സംഗീതം നിർവഹിച്ച് ഗാനഗന്ധർവൻ KJ യേശുദാസ് ആലപിച്ച ഗാനം സ്വപ്നങ്ങളെ വീണുറങ്ങും. സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനിയുറങ്ങൂ, മധുരവികാരങ്ങൾ ഉണർത്താതെ മാസ്മരലഹരിപ്പൂ വിടർത്താതെ ഇനിയുറങ്ങൂ, വീണുറങ്ങൂ,
സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനിയുറങ്ങൂ. ജീവിതമാകുമി വാത്മീകത്തിലെ മൂകവികാരങ്ങൾ വ്യർത്ഥമല്ലേ, കളിയും ചിരിയും വിടരും നാളുകൾ കഥനത്തിലേക്കുള്ള യാത്രയല്ലേ. കരയരുതേ മനസ്സേ നീയിനി കനവുകൾ തേടി അലയരുതേ, സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനിയുറങ്ങൂ. ചപല വ്യാമോഹത്തിൻ കൂരിരുൾ കൂട്ടിൽ ബന്ധനം ബന്ധനം നിത്യസത്യം, ദാഹവും മോഹവും സ്വാർത്ഥമല്ലേ ഇവിടെ, സ്വന്തവും ബന്ധവും മിഥ്യയല്ലേ. ദാഹവും മോഹവും സ്വാർത്ഥമല്ലേ ഇവിടെ, സ്വന്തവും ബന്ധവും മിഥ്യയല്ലേ. കരയരുതേ മനുഷ്യാ നീ കടവുകൾ തേടി അലയരുതേ, സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനിയുറങ്ങൂ. എയിംസ് ഹോമിയോപ്പതി തലശ്ശേരിയിൽ ഹോമിയോപ്പതി ചികിത്സാ രംഗത്ത് 13 വർഷത്തിലേറെയായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ 13ാമത് ചികിത്സാ കേന്ദ്രം തലശ്ശേരി ഗുഡ്ഷെഡ് റോഡിൽ സംഗമം ഓഡിറ്റോറിയത്തിന് സമീപം പ്രവർത്തിക്കുന്നു. എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ സംഗമം ഓഡിറ്റോറിയം, ഗുഡ്ഷെഡ് റോഡ്, തലശ്ശേരി. ഫോൺ 8926256256. നിങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഇനി ഹോമിയോപ്പതിയിലൂടെ. ഉച്ചപ്പാട്ട് ശ്രോതാക്കളുടെ ഇഷ്ടഗാന പ്രക്ഷേപണത്തിൽ ഇന്ന് ഇസ്മായിലിന്റെ മനസാന്നിധ്യം. ഇമ്പമാർന്ന ഗാനങ്ങൾ കോർത്തിണക്കി പാട്ടുപൊതിയിലെ മറ്റൊരു പ്രിയഗീതം കേൾക്കാം. സാഗരമേ ശാന്തമാക നീ, നനുത്ത മഞ്ഞുപാളികൾ വകഞ്ഞുമാറ്റി തടാകത്തിന്റെ ഓളപ്പരപ്പിലൂടെ ഒഴുകി നീങ്ങുന്ന ബോട്ട്. ബോട്ടിൽ ഒന്നും മിണ്ടാതെ മുഖത്തോട് മുഖം നോക്കി കമൽഹാസനും സറീന വഹാബും. പശ്ചാത്തലത്തിൽ യേശുദാസ് മധുരമായി പാടുന്നു സാഗരമേ ശാന്തമാക നീ. മദനോത്സവം. എൻ ശങ്കരൻ നായർ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് കമൽഹാസൻ, സറീന വഹാബ്, ജയൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഒരു മലയാള ചലച്ചിത്രമാണ്. ചിത്രത്തിലെ സംഭാഷണങ്ങളും കോമഡി രംഗങ്ങളും രചിച്ചത് പ്രസിദ്ധ ഹാസ്യതാരമായിരുന്ന അടൂർ ബാസിയാണ്. ആ രംഗവും വികാരസാന്ദ്രമായ ആ ഗാനവും ഒഴിച്ചു നിർത്തി
മദനോത്സവം എന്ന സിനിമയെക്കുറിച്ച് സങ്കല്പിക്കാനാകും. തളർന്ന മനസ്സിന്റെ വിലാപം പോലെ പശ്ചാത്തലത്തിൽ ഒഴുകിയെത്തുന്ന പാട്ട് അതിനൊരു ഗസലിന്റെ ഭാവമാകാമെന്ന് സലീൽ ചൗധരി. നിമിഷങ്ങൾക്കകം സലീൽ ദായിയുടെ ഈണത്തിൽ നിന്നും മനോഹരമായ ഗാനം സൃഷ്ടിക്കുന്നു ONV. സാഗരമേ ശാന്തമാകമേ. ഒരുപക്ഷെ സിനിമയ്ക്ക് വേണ്ടി ONV രചിച്ച ഏറ്റവും മികച്ച ഭാവഗീതങ്ങളിൽ ഒന്ന്. ഗാനം കേട്ട് മടങ്ങിവരാം. സാഗരമേ ശാന്തമാകനീ സാന്ത്യരാഗം മായുന്നിതാ ചൈത്രദിനവധു പോകയാ ദൂരയാത്ര മൊഴിയുമാ സാഗരമേ ശാന്തമാകനീ. തളിത്തൊത്തിലാരോ പാടി തരൂ ഒരു ജന്മം കൂടി പാടി പാടും മുമ്പേ വീണു ഏതോ കിളിനാദം കേണു ഏതോ കിളിനാദം കേണു ചൈത്രവിപഞ്ചിക മൂകമായി എന്റെ മൗന സമാധിയാ സാഗരമേ ശാന്തമാകനീ. വിഷുപക്ഷിയേതോ കൂട്ടിൽ വിഷാദാദ്രമെന്തേ പാടി നൂറു ചൈത്ര സന്ധ്യാരാഗം പൂത്തൂകാവു നിന്നാത്മാവിൽ പൂത്തൂകാവു നിന്നാത്മാവിൽ സാഗരമേ ശാന്തമാകനീ സാന്ധ്യരാഗം മായുന്നിതാ ചൈത്രദിനവധു പോകയാ ദൂരയാത്ര മൊഴിയുമാ സാഗരമേ ശാന്തമാകനീ. സംഗീതാസ്വാദകരിൽ കുളിർമഴ പെയ്യ്ക്കുന്ന ഗാനശേഖരവുമായി ജൻവാണി. ശ്രവണസുന്ദരമായ നിങ്ങൾക്കിഷ്ടമുള്ള ഗാനങ്ങൾ ശ്രോതാക്കളിലേക്കെത്തുന്നു. ഉച്ചപ്പാട്ട്. ഉച്ചപ്പാട്ട് എന്ന പരിപാടിയിൽ ശ്രോതാക്കളെ നിങ്ങൾക്കും ഗാനങ്ങൾ തിരഞ്ഞെടുത്ത് അയക്കാവുന്നതാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 14 പാട്ടുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി അയക്കുമ്പോൾ സിനിമകളുടെ പേരും ഉൾപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾ അയച്ചു തരുന്ന ഗാനങ്ങൾ ഉൾപ്പെടുത്തി ഉച്ചപ്പാട്ട് കേൾക്കാം നിങ്ങളുടെ സ്വന്തം ജൻവാണിയിൽ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും എഴുതി അയക്കാൻ മറക്കരുത്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8714149000. നമ്പർ ഒരിക്കൽ കൂടി 8714149000. മറക്കാതെ കേൾക്കുക ഉച്ചപ്പാട്ട്.
ജൻവാണി 90.8 FM കമ്മ്യൂണിറ്റി റേഡിയോ പാനൂർ. ഉച്ചപ്പാട്ട്. ഡ്രൈവിംഗ് പരിശീലന രംഗത്ത് വർഷങ്ങളുടെ വിശ്വസ്ത പാരമ്പര്യം. കൃഷ്ണ ഡ്രൈവിംഗ് സ്കൂൾ പാനൂർ. എല്ലാവിധ വാഹനങ്ങളിൽ നിന്നും ഡ്രൈവിംഗ് പരിശീലിപ്പിച്ച് ലൈസൻസിന് പ്രാപ്തമാക്കുന്നു. വാഹന സംബന്ധമായ എല്ലാ പേപ്പർ വർക്കുകളും വിശ്വസ്തതയിൽ നിർവഹിക്കുന്നു. സ്ത്രീകൾക്ക് സ്ത്രീകൾ തന്നെ ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നു. ഒരു മികച്ച ഡ്രൈവറാവാൻ കൃഷ്ണയിലേക്ക് വരൂ. കൃഷ്ണ ഡ്രൈവിംഗ് സ്കൂൾ ഹൈസ്കൂൾ ഗ്രൗണ്ടിന് സമീപം കൂത്തുപറമ്പ് റോഡ് പാനൂർ. ഫോൺ 2312-275. ഉച്ചപ്പാട്ട്. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങളിലൂടെയുള്ള സഞ്ചാരം തുടരുന്നു. എല്ലാ ദുഃഖവും എനിക്കു തരൂ, ലൗലി എന്ന സിനിമയ്ക്കു വേണ്ടി ചിട്ടപ്പെടുത്തിയ ഗാനമാണിത്. രചന നിർവഹിച്ചിരിക്കുന്നത് TV ഗോപാലകൃഷ്ണൻ. നാം ഗൗനിക്കാതെ പോയ ബഹുമുഖ പ്രതിഭയായിരുന്നു കൊല്ലം മുളങ്കാടകം സ്വദേശി TV ഗോപാലകൃഷ്ണൻ. തിരക്കഥ, ഗാനരചന, കഥ, കവിത, സംവിധാനം, കലാസംവിധാനം, ബാലെ, കഥാപ്രസംഗം, ചിത്രരചന എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ബഹുമുഖ പ്രതിഭയാണ് ഇദ്ദേഹം. ഗോപാലകൃഷ്ണൻ കഴിവ് തെളിയിക്കാത്ത മേഖലകൾ കുറവ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാത്തിലും വിജയവുമായിരുന്നു. എന്നിട്ടും ഒരു മേഖലയും ഗോപാലകൃഷ്ണനെ അർഹമായ വിധത്തിൽ അടയാളപ്പെടുത്തിയില്ല. പ്രണയഗാനങ്ങളെക്കാൾ കാലാതിവർത്തികളാണ് വിരഹഗാനങ്ങൾ. മലയാളികളുടെ ഏറ്റവും പ്രിയ വിരഹഗാനങ്ങളിലൊന്നായ എല്ലാ ദുഃഖവും എനിക്കു തരൂ, എൻ്റെ പ്രിയ സഖി പോയി വരൂ, മനസ്സിൽ പടരും ചിതയിൽ എന്നുടെ മണിക്കിനാവുകൾ എരിയുമ്പോൾ എഴുതിയത് ഇദ്ദേഹമാണെന്ന് അറിയുന്നവർ ചുരുക്കമാണ്. നിരാശ കാമുകന്മാരുടെ ഹൃദയവിലാപമായ ഈ സംഗീതം ചെയ്തിരിക്കുന്നത് MK അർജുനനാണ്. 1979 N ശങ്കരനാരായണൻ സംവിധാനം ചെയ്ത ചിത്രത്തിലെ ഗാനമാണിത്. ലൗലി എന്ന ചിത്രം വൻ വിജയം നേടിയില്ലെങ്കിലും എല്ലാ ദുഃഖവും എനിക്കു തരൂ എന്ന ഗാനം മലയാളികളെ ഒന്നാകെ ആകർഷിച്ചിരുന്നു. ക്യാമ്പസുകളുടെ പ്രിയ ഗാനമായി രണ്ടാം ചരണമായ സുമംഗലി നീ പോയി വരൂ, ജീവിത സുഖങ്ങൾ നിന്നെ തഴുകട്ടെ, അന്നത്തെ വിരഹിണികളുടെ ഓട്ടോഗ്രാഫുകളിൽ കണ്ണീർ പടർത്തിയിരുന്നു ഈ വരികൾ. MK അർജുനന്റെ സംഗീതവും ഈ ഗാനവിജയത്തിൽ നിർണായക പങ്കുവഹിച്ചു. വയലിൻ എന്ന സംഗീതോപകരണത്തിന് ശോകമെന്ന വികാരമുണ്ടാക്കാനുള്ള അപാരമായ വിരുദ് നന്നായി അർജുനൻ മാഷ് ഇതിൽ പ്രയോജനപ്പെടുത്തി. യേശുദാസിന്റെ ഗാനാലാപനവും കൊണ്ട് ഈ ഗാനം ശ്രദ്ധേയമായി. ഗാനം കേൾക്കാം. ദുഃഖവും എനിക്കു തരൂ, എന്റെ പ്രിയ സഖി പോയി വരൂ, എല്ലാ ദുഃഖവും എനിക്കു തരൂ, എന്റെ പ്രിയ സഖി പോയി വരൂ, മനസ്സിൽ പടരും ചിതയിൽ എന്നുടെ മണിക്കിനാവുകൾ എരിയുമ്പോൾ എല്ലാ ദുഃഖവും എനിക്കു തരൂ, എന്റെ പ്രിയ സഖി പോയി വരൂ. കഴിഞ്ഞ കഥകൾ മറക്കുക നീ, കണ്ണീർ മുത്തിനു വിട പറയൂ, കഴിഞ്ഞ കഥകൾ മറക്കുക നീ, കണ്ണീർ മുത്തിനു വിട പറയൂ,
മധുവിധുരാവുകൾ മാദകരാവുകൾ മധുവിധുരാവുകൾ മാദകരാവുകൾ മദനോത്സവമായി ആഘോഷിക്കൂ. എല്ലാ ദുഃഖവും എനിക്കു തരൂ എന്റെ പ്രിയ സഖി പോയി വരൂ. ജീവിത സുഖങ്ങൾ നിന്നെ തഴുകട്ടെ. സുമംഗലി നീ പോയി വരൂ ജീവിത സുഖങ്ങൾ നിന്നെ തഴുകട്ടെ. ഇവിടെ ഞാനും എന്നോർമകളും ഇവിടെ ഞാനും എന്നോർമകളും ഇരുളിന്നിരുളിൽ അലയുകയാ. എല്ലാ ദുഃഖവും എനിക്കു തരൂ എന്റെ പ്രിയ സഖി പോയി വരൂ. മനസ്സിൽ പടരും ചിതയിൽ എന്നുടെ മണിക്കിനാവുകൾ എരിയുമ്പോൾ എല്ലാ ദുഃഖവും എനിക്കു തരൂ എന്റെ പ്രിയ സഖി പോയി വരൂ. എയിംസ് ഹോമിയോപ്പതി തലശ്ശേരിയിൽ ഹോമിയോപ്പതി ചികിത്സാ രംഗത്ത് 13 വർഷത്തിലേറെയായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ 13ാമത് ചികിത്സാ കേന്ദ്രം തലശ്ശേരി ഗുഡ്ഷെഡ് റോഡിൽ സംഗമം ഓഡിറ്റോറിയത്തിന് സമീപം പ്രവർത്തിക്കുന്നു. എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ സംഗമം ഓഡിറ്റോറിയം, ഗുഡ്ഷെഡ് റോഡ്, തലശ്ശേരി. ഫോൺ 8926256256. നിങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഇനി ഹോമിയോപ്പതിയിലൂടെ. ഇസ്മായിൽ ഓട്ടോ ആണ് ഉപജീവനമാർഗം എന്ന് പറഞ്ഞപ്പോഴാണ് മലയാള സിനിമയിലെ ഏയ് ഓട്ടോ എന്ന സിനിമയെ ഓർക്കുന്നത്. കാരണം ഒരു ഓട്ടോ തന്നെ, അതായത് സുന്ദരി, അതിൽ മുഖ്യ കഥാപാത്രമായി മാറുന്നു എന്നുള്ളതാണ്. സുന്ദരി സുന്ദരി എന്ന ഗാനം കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഓർമ്മ വരുന്നതും ഏയ് ഓട്ടോ എന്ന സിനിമയാണ്. മലയാള സിനിമകളിൽ മാത്രമല്ല വാർത്തകളിലും ഇടം പിടിച്ചിട്ടുണ്ട് ഓട്ടോ. കാരണം നമുക്ക് എപ്പോഴും പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് കോഴിക്കോട്ടെ ഓട്ടോ തൊഴിലാളികളുടെ സത്യസന്ധതയെക്കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. യാത്രക്കാരുമായിട്ടുള്ള പെരുമാറ്റവും അവരുടെ സത്യസന്ധതയും ഒക്കെ. പിന്നെ ഓട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ജനകീയ വാഹനമാണ് എന്ന് പറയാം. പബ്ലിക് ട്രാൻസ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരന് ആശ്രയിക്കാൻ കഴിയുന്ന വാഹനം കൂടിയാണ് ഓട്ടോ. ഏത് പാതിരാത്രിക്കും വീടണയാനും അല്ലെങ്കിൽ പെട്ടെന്ന് പുറത്തു പോകാനും സഞ്ചരിക്കാനും കഴിയുന്ന ഒരു വാഹനമാണ് ഓട്ടോ എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഓട്ടോയെക്കുറിച്ച് പറയുമ്പോൾ തോന്നുന്ന മറ്റു ഓർമ്മകളാണ് ഇത്. ഏതായാലും എല്ലാ ഓട്ടോ തൊഴിലാളികൾക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഇസ്മായിലിന്റെ ഒടുവിലത്തെ ഗാനം ഇതാ. കെ മധുവിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി, ജഗതി ശ്രീകുമാർ, വിജയരാഘവൻ, നരേന്ദ്രപ്രസാദ്, ഹീര, കാവേരി എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച മലയാള ചലച്ചിത്രമാണ് ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി. ഷിബു ചക്രവർത്തിയുടെ രചനയ്ക്ക് മധ്യമാവധി രാഗത്തിൽ രവീന്ദ്രൻ സംഗീതം നൽകി ഗാനഗന്ധർവൻ KJ യേശുദാസ് ആലപിച്ച ഗാനം മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം. ഗാനം തെളിഞ്ഞ നേരം
മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണ തേന്മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട കാലം, ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം പലവട്ടം പിന്നെയും മാവു പൂത്തു, പുഴയിലാ പൂക്കൾ വീണൊഴുകിപ്പോയി. പകൽ വർഷരാത്രി തന്നിഴി തുടച്ചു, പിരിയാത്ത നിഴലു നീ എന്നറിഞ്ഞു, പിരിയാത്ത നിഴലു നീ എന്നറിഞ്ഞു. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം എരിവേനലിൽ ഇളം കാറ്റുപോലെ, കുളിർവേളയിൽ ഇളവെയിലു പോലെ, എല്ലാം മറന്നെനിക്കെന്നുമുറങ്ങാൻ നീ തന്നു മനസ്സിന്റെ തൊട്ടിൽ പോലും, നീ തന്നു മനസ്സിന്റെ തൊട്ടിൽ പോലും. മഴ പെയ്തു മാനം തെളിഞ്ഞ ഉച്ചപ്പാട്ട് പാട്ടുവർണ്ണനകളിൽ ശ്രോതാക്കളെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊഴുകിയെത്തിയ സംഗീത സാന്ദ്രമായ ഈ മണിക്കൂറിന്റെ സ്വരവാതിലുകൾ ഇവിടെ തൽക്കാലം ഞങ്ങൾ അടച്ചുവെക്കുന്നു. വീണ്ടും ഉച്ചപ്പാട്ടുമായി നിങ്ങളുടെ കാതോരം വന്നെത്തിടാം അടുത്ത മറ്റൊരു ദിവസം ഉച്ചതിരിഞ്ഞ് 2 മണിക്ക്. അതുവരേക്കും വിട പറയുന്നു. സ്നേഹ സൗഹൃദ നിമിഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഒരു ശുഭസായാഹ്നം നേർന്ന് ഞാൻ വിനോദ് പാനൂർ. ഒപ്പം ഇവർ കൂടി സർഗാത്മക സഹകരണം പി സന്ദീപ് പാനൂർ, സാക്ഷാത്കാരം എൻ വിനീത് കുമാർ. ഉച്ചപ്പാട്ട്